പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചിത്രകലാ കൂട്ടായ്മയായ വണ്ണാട്ട് നാഷന്റെ കാക്കപ്പൂ സീസൺ 2 എന്ന ചിത്രകലാ ക്യാമ്പിന് ഈ സന്തോഷകരമായ നിമിഷത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. 2013 കലാപ്രവർത്തനത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന 16ഓളം കലാകാരന്മാരുടെ കൂട്ടായ്മ ഈ ആഗസ്റ്റ് 16-ാം തീയതി ഈ മാടായിപ്പാറയിലെ ഈ മനോഹരമായ നിമിഷത്തിൽ കാക്കപ്പൂ സീസൺ 2-ന്റെ 2ാമത്തെ ക്യാമ്പിന് തുടക്കം കുറിക്കുകയാണ്. ഞാനൊക്കെ എബിസാറിന്റെ പല ചിത്രകലാ ക്യാമ്പുകളും പ്രദർശനത്തിനും ക്യാമ്പുകൾക്കും അല്ലെങ്കിൽ പത്രങ്ങളിൽ കൂടിയൊക്കെ മാത്രമാണ് ഞാൻ എബിസാറിനെ കണ്ടിട്ടുള്ളൂ. ചില സമയത്ത് ഞാൻ ക്ഷയിക്കാൻ വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരാണോ എന്താണെന്നും നമുക്ക് അറിയില്ല. പക്ഷെ കണ്ടാൽ നല്ല സൗഹൃദത്തോടുകൂടി സംസാരിക്കുന്ന എബിസാർ ജോസഫ്, ഇന്ന് പ്രിയപ്പെട്ട ജോസഫ് സാറിന്റെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ആത്മമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിൽ തന്നെ കലാസംവിധാനം നിർവഹിച്ച നമ്മുടെ പ്രശസ്ത ചിത്രകാരനും നമ്മുടെ കലാസംവിധായകനുമായ ശ്രീ സന്തോഷ് രാമൻ സാർ ഈ പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥിയായി എത്തുകയും ചെയ്ത സന്തോഷ് രാമനാണ്. നിങ്ങൾക്കറിയാം, ശിവകൃഷ്ണ മാഷ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശില്പിയും ചിത്രകാരനുമായ മത്സ്യകുമാരത്തിലേക്ക് കൊല്ലേരി എന്ന നമ്മുടെ മത്സ്യേട്ടനെയും ഈ കാക്കപ്പൂ സീസൺ 2 പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദ കണ്ണവര സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിളിച്ചിട്ടുണ്ട്. സാറിനെയും നമ്മുടെ ഈ കാക്കപ്പൂ സീസൺ 2 പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീ ശ്രീജിത്ത് കൃഷ്ണൻ സാർ. കൃഷ്ണൻ സ്കൂൾ ഓഫ് ആർട്സിന്റെ അറിയാം, കൃഷ്ണൻ സ്കൂൾ ഓഫ് ആർട്സിന്റെ സ്ഥാപകനാണ് ശ്രീജിത്ത് കൃഷ്ണൻ സാർ. അദ്ദേഹത്തെയും ഞങ്ങളുടെ ഈ കാക്കപ്പൂ സീസൺ 2 പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഈ വേളയിൽ ഹാർദവമായി അദ്ദേഹത്തെയും അതുപോലെ തന്നെയാണ് പ്രശസ്ത സാഹിത്യകാരനായ സുധാകരൻ കുറയത്തിനെയും ഈ വണ്ണാട്ട് നാഷന്റെ ഈ പരിപാടിയിലേക്ക് ഞങ്ങളോട് ചേർന്ന് തന്നെ അദ്ദേഹത്തെയും ആത്മവുമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക, സ്വാഗതം ചെയ്യുക. ദിലീപ് മാസ്റ്ററെയും ഈ കാക്കപ്പൂ സീസൺ 2 പരിപാടിയിലേക്ക് ആത്മവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൂടിയാണ് പറയാൻ പോകുന്നത്. അത് ഈ മാടായിപ്പാറയിൽ കാക്കപ്പൂ ആദ്യത്തെ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന ഒരാളാണ് KKR മേഘര സാർ. ആ KKR മേഘര സാർ അന്നെടുത്ത പല നിലപാടുകളുടെയും പല നമ്മുടെ സ്നേഹത്തോടുള്ള ഉപദേശത്തിന്റെയും ഭാഗമായിട്ടാണ് അന്ന് ഞങ്ങൾ കാക്കപ്പൂ ക്യാമ്പ് വിജയിപ്പിക്കാൻ കഴിഞ്ഞതും വളരെ പ്രശസ്തരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലുള്ള പലരും ഞങ്ങളുടെ കാക്കപ്പൂ ക്യാമ്പിലേക്ക് വന്നുപോയതിന്റെ ഭാഗമായിട്ടും പല ചിത്രങ്ങളും വലിയ വില കൊടുത്ത് നമുക്ക് വിൽപ്പന നടത്തി നേരത്തെ പറഞ്ഞ ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞതും KKR മേഘര സാറിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഇന്നും ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ഒരാളായി ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന KKR മേഘര സാറെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് സമീപിക്കാം.
നമ്മളൊരു 11 മണിക്ക് മുന്നേ തന്നെ നമുക്ക് കയറാൻ ആരംഭിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാര്യം വെച്ചാല് മാടായിപ്പാറയിൽ നമ്മളുടെ മണ്ണാട്ടേഷനില്ല, നമ്മളുടെ രണ്ടാമത്തെ ക്യാമ്പ് സീസൺ 2. കൈനീട്ടം വൈകിട്ടായ മതിയോ? ക്യാമ്പിന്റെ ഉദ്ഘാടനം വൈകിട്ടായ മതിയോ എന്ന് ചോദിക്കാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടി ഉച്ചഭക്ഷണത്തിന് മുമ്പിൽ തീരുവെന്ന് പോലും സംശയിച്ച ചില സന്ദർഭങ്ങളുണ്ടായി. ഇത് വരയ്ക്കാന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട, അല്ലേ? അതിന് നേരം കിട്ടാതെ പോവുകയും ഉദ്ഘാടനം മൊത്തം പരിപാടിയെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു നിർഭാഗ്യത്തിന് പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്, കാർമ്മികനുമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്വം ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മഹത്യയുടെ പേര് ആൻ ഓട്ടോബയോഗ്രഫി. അത്രയും ലളിതവും സുന്ദരവുമായ ഒരു ശീർഷകം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരുപാട് ആത്മകഥകളുണ്ട്. അതിലൊന്നാണ് എന്ന് പറയുന്ന ഒരു വിനയമാണ് അവിടെ കാണുന്നത്. എന്നാൽ ഒന്നും രണ്ടും കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒന്നിന്റെ മൂല്യം അറിയൂ. അതിന്റെ അർത്ഥം പലതാകുമ്പോൾ മാത്രമേ ഏകവചനത്തിന്റെ ബഹുത്വം അറിയൂ. അതുകൊണ്ട് ഒന്ന് എന്ന് നാം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം. ഒന്ന് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ലാളിത്യത്തിന്റെ ധർമ്മശൃംഗങ്ങളിലാണ് എങ്കിൽ ഒന്ന് എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് വരയ്ക്കുന്നവരാണ്. വരയ്ക്കുമ്പോൾ നമുക്ക് ഏകാന്തതയാണ്. കൂടുമ്പോഴാണ് ഈ ബഹുസ്വരതയുടെ ഗുണം നാം പറയുന്നത്. ഒറ്റയ്ക്കാണ് നാം എന്നതുകൊണ്ടാണ് നമുക്ക് ക്യാമ്പ് വേണ്ടി വരുന്നത്. നമ്മുടെ പണി ഒരു ഏകവചന പ്രഘോഷണമാണ്. അതുകൊണ്ട് നാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടും. ഞാൻ എപ്പോഴും ഈ പേര് കേൾക്കുമ്പോൾ ഓർമ്മിക്കും വൺ ആർട്ട് നേഷൻ. പിന്നെ ഞാൻ വായിക്കും. എന്നിട്ട് താഴോട്ടുള്ളത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ശീർഷകം എനിക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായും ഗണേശനെ പോലുള്ള ആളുകളുടെ സഹായം വേണ്ടിവരും. ഉൾക്കൊള്ളാൻ കഴിയും. ഒരു പ്രസംഗം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എന്നോട് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് എന്റെ കൂടെ ഇല്ലാത്ത ഭാര്യയാണ്. എപ്പോഴും ചോദിക്കും, നിങ്ങൾ പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിക്കും. അപ്പോ ശരിയായ ഒരു ഉത്തരം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ദിവസം ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. പിന്നെയും ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ അതേ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ എവിടായിരുന്നു എന്ന് ഭാര്യയും ഇത്രത്തോളം വൈകിയതെന്ത് എന്ന് നിങ്ങളുടെ മാനേജറും ഇപ്പൊ കാണാനില്ലല്ലോ മാഷെ എന്ന് സുഹൃത്തുക്കളും പറയുന്നിടത്താണ് ജീവിതം പങ്കുവെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തോ ഒഫീഷ്യൽ പറ്റി എന്ന് മനസ്സിലാക്കണം. എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും എത്തിച്ചേരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമല്ല, അതും സൂക്ഷിക്കണം. പിന്നെ നല്ല കാലവുമല്ല. അതുകൊണ്ട് നമുക്ക് ഈ കാലത്തെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ നമുക്ക് നടുവും നട്ടലും ഊർജസ്വതയും ഉണ്ട് എന്ന് 4 പേർ അറിയുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് വല്ലാത്ത പ്രയാസം പിടിച്ച ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഇപ്പോ എത്രത്തോളം ആളുകളെ സംഘടിപ്പിക്കാൻ ഇവിടെ ഈ പുറത്തേക്ക് കടന്ന ഇത് വിജനമായ ഒരു സ്ഥലമാണ്. വഴി ചോദിക്കാൻ പോലും പറ്റിയ ഒരാളെ ഞാൻ അവിടേക്ക് കണ്ടില്ല. എല്ലാവരും വന്നവരാണ്, ഇന്നവരാരുമില്ല. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് പരക്കെ പരന്ന് കിടക്കുന്നിടത്തൊരു വഴിയുണ്ട്, വഴിയില്ല. ഇനി വഴി തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്താൻ തന്നെ ഒരുപാട് ഉദ്ദേശിച്ചു. ഇത് എവിടെയാണ് തടഞ്ഞത് എന്ന് നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ തുറന്നു പറഞ്ഞാൽ ഈ തടഞ്ഞത് അറിയും. അങ്ങനെ ഈ പരപ്പിൽ വല്ലാതെ എന്താണ് ഈ ദിശ അറിയാതെ കുറച്ച് നടന്നതിന് ശേഷമാണ്
3 പൂജരാജാക്കന്മാരോടൊപ്പം യേശുക്രിസ്തുവിനെ തേടി വരുന്ന ഈ സമ്മേളനം, ഈ ചിത്രരചന ക്യാമ്പ് ഒക്കെ സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാവരും, പിന്നെ ഇവിടെ ചിത്രം വരയ്ക്കാനും ഈ കൂട്ടായ്മയുടെ കൂടെ കൂടാനും തയ്യാറായിട്ടുള്ള ഇതൊന്നും പറയാനുള്ള വെച്ചാല് ഇത് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ എന്നുള്ളത് മാറ്റി സ്വപ്നം കാണുന്നവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. എന്നുവെച്ചാൽ എപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. ഞാൻ സത്യം പറഞ്ഞാൽ ചിത്രം വരയ്ക്കുന്നു എന്ന് ഞാൻ പറയുന്നതില്ല, ഞാനൊരു ഭാഷ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കാറ്. കൂടുതലായിട്ടും ഞാൻ കൂടെ നടക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവൻ അറിയാത്ത ഒരു ഭാഷ, ഏത് രാജ്യത്ത് പോയാലും എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ, അതാണ് എന്റെ കയ്യിലുള്ളത്, വര എന്നുള്ളത്. എന്നിട്ട് എനിക്ക് ഏതൊരാളോടും എനിക്ക് സംസാരിക്കാതെ വരച്ച് സംസാരിക്കാൻ. അപ്പൊ അതൊരു ഭാഷയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്റെ കയ്യിൽ എന്റേതായിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പൊ ആ ഭാഷ പഠിച്ചു വരുന്ന പുതിയ കുട്ടികൾക്ക് ആ ഭാഷയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൂടെ വന്ന രക്ഷിതാക്കളും തയ്യാറാവുക. പിന്നെ ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ കൂട്ടായ്മയുടെ കൂടെ കൂടാൻ പറ്റിയ ഒരുപാട് പഴയ സുഹൃത്തുക്കളെയും ഒരുപാട് പുതിയ സുഹൃത്തുക്കളെയും എനിക്ക് ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം. എന്തായാലും കൂടുതൽ ലഭിക്കുന്നില്ല, എല്ലാവരും വരയ്ക്കാനും കാണാനും തയ്യാറായിട്ട് വരികയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് ഫ്യൂഷൻ ഒരു 10 മിനിറ്റ്, ഫ്യൂഷന്റെ ഒരു 10 കലാകാരന്മാരുടെ ലൈവ് പെയിന്റിംഗ് ആണ്. എല്ലാവരും അതിലേക്ക് നോക്കുന്നത്.
നമ്മുടെ രാജ്യം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് കഴിഞ്ഞില്ലേ? സ്വാതന്ത്ര്യം കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. ഈ രാജ്യത്തോട് നമുക്ക് വലിയ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. നമ്മൾ പറയുന്നത് സാരേ ജഹാൻ സേ അച്ഛാ, പിന്നെന്താണ് ഹിന്ദുസ്ഥാൻ ഹമാര, പിന്നെന്താണ് തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇതിനെ പറഞ്ഞത് എന്താ പറയുന്നത്? സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ सारे जहां से अच्छा मज़हब नहीं सिखाता की बात കേട്ടില്ലേ കേൾക്കണം. ഹിന്ദു ദേശ के ഈ ദേശഭക്തി ഗാനം മക്കളെ കേൾപ്പിക്കുന്നില്ല. ഇപ്പൊ കട്ടിക്കുടിയിലാണ് അത് മാത്രമാണ് മക്കൾ കേൾക്കുന്നത്. ഈ പാട്ടുകൾ ശ്രമിക്കണം. ശില്പികൾ നമ്മൾ ഇപ്പൊ കേൾക്കാറൊക്കെ ചെറിയ പ്രായത്തിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന പാട്ട് പഴയ സിനിമയിൽ പാടണം. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരുന്ന വയുഗ വസന്തവാടി വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ, കവീന്ദ്ര രവീന്ദ്ര ഗാനനഗങ്ങൾ, കനകം ചൊരിയും ഭൂമി, കനകം ചൊരിയും ഭൂമി, വന്യം ചന്ദ്ര പ്രതിഭയുണർത്തിയ ഗന്ധർവോജ്വല ഭൂമി, ഭൂമി ഭൂമി ഭൂമി.